എല്ലാ പ്രമുഖ പാർട്ടികളുടെയും പ്രമുഖ നേതാക്കളൊക്കെ കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ സജീവമാണ്. ഇപ്പോൾ തൃശ്ശൂരിലും പ്രചാരണ പരിപാടി സജീവമാണ്. തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരീഷ്, നമുക്ക് കാണാം റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കുകയാണ്. എത്രത്തോളം ആവേശം നിറഞ്ഞ ഒരു റോഡ് ഷോയാണ് പുരോഗമിക്കുന്നത്? അതിൽ തീർച്ചയായും വലിയ ആവേശമാണ് എനിക്ക് പുറകിൽ കാണാം. അത്രത്തോളം ആളുകൾ ഈ ഒരു എന്നുള്ളതാണ്, വലിയ ജനപങ്കാളിത്തം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. മണലൂരിലെ അനീഷ് കുമാറിന്റെ ഈ ഒരു പ്രചരണ പരിപാടിയിലാണ് ധനകാര്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രി അടക്കം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിർമ്മലാ സീതാരാമൻ നമുക്ക് കാണാം. ആ വാഹനത്തിന് മുകളിൽ മന്ത്രി ഉണ്ട്, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉണ്ട്. ഒപ്പം നേതാക്കൾ, സ്ഥാനാർത്ഥി അനീഷ് കുമാർ ഉണ്ട്, അതുപോലെ നടനും BJP നേതാവുമായ ദേവൻ, അതുപോലെ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. വലിയ ഒരു ആഘോഷ പരിപാടിയായി തന്നെയാണ് ഇന്ന് മണലൂരിൽ ഈ ഒരു പ്രചരണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്ന ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി അടക്കം മണലൂരിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം മണലൂരിൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ BJPയുടെ ജില്ലാ നേതൃത്വം അടക്കം പറഞ്ഞിരുന്നു. KK അനീഷ് കുമാറിന് ഒരുപാട് സാധ്യത ഉള്ള മണ്ഡലം കൂടിയാണ്. ഒരു കൃത്യമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ്. TN പ്രതാപനും രവീന്ദ്ര മാഷും ഒക്കെ മത്സരിക്കുന്ന ഈ ഒരു മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ BJP അർപ്പിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അടക്കം നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തി ഈ ഒരു പ്രചരണത്തിൽ പങ്കാളിയാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി എത്തിയിരുന്നു. ഇന്ന് മറ്റ് മന്ത്രിമാരടക്കം, കേന്ദ്രമന്ത്രിമാരടക്കം എത്തുന്നു. ഇന്ന് രാവിലെ കിരൺ റിജിജു എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ നിർമ്മല സീതാരാമനും തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൂചന. തൃശ്ശൂർ മണ്ഡലത്തെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയെ വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ NDA ക്യാമ്പിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദേശീയ നേതാക്കൾ ഈ ഒരു പ്രചരണത്തിന്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ്. കേരളം ഒട്ടാകെ ദേശീയ നേതാക്കൾ പങ്കെടുക്കുമ്പോഴും തൃശ്ശൂരിൽ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. തൃശ്ശൂരിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് NDA ക്യാമ്പ് മുന്നോട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചനയാണ് ഇത്തരത്തിൽ കേന്ദ്ര നേതാക്കൾ ഒന്നടങ്കം ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. നമുക്ക് കൃത്യമായി തന്നെ കാണാം. ആ ഒരു വാഹനത്തിന് മുകളിൽ നേതാക്കളെല്ലാം തന്നെയുണ്ട്. ചുറ്റും വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം BJP പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മണലൂർ എന്നുള്ളത്. KK അനീഷ് കുമാർ നമുക്കറിയാം, വർഷങ്ങളായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു. BJPയുടെ എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലും പ്രത്യേകിച്ച് മണലൂരിലും ഒക്കെ വലിയ സാധ്യതയുള്ള അല്ലെങ്കിൽ വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവ് കൂടിയാണ്. അത്തരത്തിൽ ഒരു നേതാവിൻ്റെ ഒരു റോഡ് ഷോ അത്തരത്തിൽ വലിയ നേതാക്കൾ തന്നെ, ദേശീയ നേതാക്കൾ തന്നെ പങ്കെടുക്കണം എന്നുള്ളത് BJPയുടെ ഒരു ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യമായിരുന്നു. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. കേന്ദ്ര നേതാക്കൾ ഓരോരുത്തരായി തൃശ്ശൂർ എത്തുന്നു. ഇപ്പോൾ ഇതാ മണലൂരിൽ നിർമ്മല സീതാരാമനും എത്തിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് നേതാക്കളടക്കം ഈ ഒരു ലോറിയിൽ അണിനിരക്കുമ്പോൾ വലിയ വിജയപ്രതീക്ഷ തീർച്ചയായും മണലൂരിൽ BJPക്കുണ്ട്, NDAക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ഒരു ജനാവലി നമുക്ക് ഇവിടെ കാണാൻ തുടങ്ങും. ഇത് പാവറട്ടി ടൗൺ വരെയാണ് ഈ ഒരു ജാഥ നീളുന്നത്. പാങ്ങ് മുതൽ പാവറട്ടി വരെ നീളുന്ന ഒരു ജാഥ, അത് ഈ ഒരു റോഡ് മുഴുവൻ അത്രത്തോളം ജനനിബിഡമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ കാവിക്കൊടികൾ നിറഞ്ഞിരിക്കുന്നു ഈ ഒരു റോട്ടിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രത്തോളം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അത്രത്തോളം ഒരു ശക്തി കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു പ്രചരണം തുടക്കമിട്ടത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പ്രധാനപ്പെട്ട ഈ ജില്ലാ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് അനീഷ് കുമാർ. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളൊക്കെ അത്രയും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും അദ്ദേഹം BJPക്ക് അല്ലെങ്കിൽ NDAക്ക് സംഭാവന ചെയ്തത് അത്രത്തോളം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴൊക്കെ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് മണലൂർ ത്രികോണ മത്സരം നടക്കുന്ന മണലൂർ പോലൊരു മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തെ ഇറക്കാൻ NDA ക്യാമ്പ് തീരുമാനിച്ചത് എന്നുള്ളതാണ്.
അതിന് ഊർജം പകരാൻ വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അടക്കമുള്ള നിർമ്മല സീതാരാമൻ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു തുറന്ന വാഹനത്തിൽ ഇവരെല്ലാം അണിനിരക്കുമ്പോൾ ഈ പ്രവർത്തകരുടെയും സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രതീക്ഷ 10 മടങ്ങ് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മണലൂരിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രചരണം തുടരുന്നു. ഇപ്പോഴും നിറയെ ആളുകൾ ഈ ഒരു വാഹനത്തിന് ചുറ്റും വരുമ്പോൾ മണലൂരിൽ ഒരു വലിയ വിജയപ്രതീക്ഷ ഉണ്ട്. അനീഷ് കുമാറിന് വലിയ വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെ പറയാം. വലിയ സെക്യൂരിറ്റി ഉണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. നേരത്തെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ഇവിടെ സുരക്ഷയെല്ലാം ക്രമീകരണങ്ങളെല്ലാം തന്നെ കൃത്യമായി നോക്കിയിരുന്നു. അതിനുശേഷമാണ് നിർമ്മല സീതാരാമൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും നിർമ്മല സീതാരാമന്റെ വരവോടുകൂടി അതുപോലെ മറ്റ് കേന്ദ്രമന്ത്രിമാരുടെ വരവോടുകൂടി തന്നെ പ്രത്യേകിച്ചും തൃശ്ശൂരിൽ മണലൂരിലും ഒക്കെ NDAയുടെ ഒരു ശക്തി അല്ലെങ്കിൽ BJPയുടെ ഒരു ശക്തി അത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. വലിയ ഒരു വിജയ പ്രതീക്ഷ കൈവിടാതെ തന്നെ അവർ കാത്തു സൂക്ഷിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രത്തോളം വലിയ ഒരു ജനാവലി നമുക്ക് ഇന്ന് ഈ ഒരു മണലൂരിൽ കാണാൻ സാധിക്കുന്നു. മണലൂർ മണ്ഡലത്തിൽ ഇപ്പോൾ പാവറട്ടി എത്തി. പാവറട്ടിയാണ് ഈ ഒരു റോഡ് ഷോ അവസാനിക്കുക. അവസാനിക്കുന്ന ഈ ഒരു ഇടം വരെ തന്നെ നിറച്ച ആളുകളാണ് റോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വിജയപ്രതീക്ഷ അത് കൈവിടാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും പാവറട്ടിയിൽ ഒരു റോഡ് ഷോ അവസാനിക്കും. അതിനുശേഷം നിർമ്മല സീതാരാമൻ തൃശ്ശൂർ ഹയാത്തിൽ വെച്ച സംവാദ പരിപാടിയിൽ ഒരു പ്രമുഖനും ഒക്കെയായുള്ള സംവാദ പരിപാടിയുണ്ട്. ആ ഒരു സംവാദ പരിപാടിയിൽ കൂടി പങ്കെടുത്ത് മടങ്ങുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കേന്ദ്ര മന്ത്രിമാരൊക്കെ തന്നെ തൃശ്ശൂരിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. ഇന്ന് തന്നെ 2 കേന്ദ്രമന്ത്രിമാരാണ് ഇവിടെ എത്തിയത്. രാവിലെ കിരൺ റിജിജു എത്തി. അതിന് തുടർച്ചയായി ഇപ്പോൾ നിർമ്മല സീതാരാമൻ എത്തുന്നു. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ ഒരു BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ക്യാമ്പിന്റെയും ഈ പ്രചരണത്തിന്റെയും ഒക്കെ ഭാഗമായി NDA ആണെങ്കിലും അല്ലെങ്കിൽ BJP ആണെങ്കിലും തൃശ്ശൂരിൽ പ്രചാരണ പരിപാടിയിൽ സജീവമാണ് കേന്ദ്രമന്ത്രിമാരെല്ലാം. ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂരിലെ മണലൂർ മണ്ഡലത്തിൽ ഇപ്പോൾ റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. അതുപോലെ തന്നെ കിരൺ റിജിജു അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ തൃശ്ശൂരിൽ പ്രചാരണ പരിപാടികളിൽ സജീവമായിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരീഷ് നാരായണൻ.